പണ്ട് കാലത്ത് വീട്ടിൽ ചെറുനാരങ്ങ വെച്ചൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ ചോറിൻ്റെ ഒപ്പം വേറെ ഒന്നും വേണ്ട കേട്ടോ. വീഡിയോ ആണെന്ന് പലരും നമ്മളെ ഫോളോ ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചെറുനാരങ്ങ നല്ലപോലെ കഴുകി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇഡ്ഡലി പാത്രത്തിലോട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു ഇലയെല്ലാം വെച്ച് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലോട്ടിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്ക് ആവി വരണം. അതിനുശേഷം നമ്മളൊരു ചട്ടിയിലോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ വെളിച്ചെണ്ണയല്ല നല്ലെണ്ണയാണ് എടുക്കുന്നത്. അതിനുശേഷം കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ ആ കടുകൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടി വരണം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉണക്കമുളക് ഇതേപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില അതുകൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്ത ഇഞ്ചിയാണ് ചേർക്കുന്നത്. ഇഞ്ചി നമ്മൾ ഒരു പിടി ഇഞ്ചിയാണ് ചേർക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ 2 പച്ചമുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഏകദേശം ഒരു പിടി വെളുത്തുള്ളി ഇതേപോലെ അരിഞ്ഞത് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. അടുത്ത് കാശ്മീരി ചില്ലി ഇടാം. കാശ്മീരി ചില്ലി നമ്മൾ കുറച്ച് അധികം ഇടുന്നുണ്ട്, ഒരു 7 ടീസ്പൂണൊക്കെ ഇടാം. പിന്നെ ഒരു 2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ഉലുവപ്പൊടി ഇടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം, ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാം നല്ലപോലെ വഴറ്റി വരുമ്പോൾ അതിലോട്ടൊരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നോർമൽ മുളക് പൊടി. നമ്മൾ ആദ്യം കാശ്മീരി മുളകാണ് ഇട്ട് കൊടുത്ത്, ഇപ്പോൾ നോർമൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളെ മസാലയ്ക്ക് നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടണ്ട, നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചെറുനാരങ്ങ കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഒക്കെ കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വരണം കേട്ടോ. ഇതിൽ പലരും വിനീഗറൊക്കെ ഒഴിക്കാറുണ്ട്. നമ്മൾ വിനീഗർ ഒഴിക്കുന്നില്ല, അതിന് പകരം തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ അന്യായ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടൊരു സാധനമാണ്, ഒരു അടിപൊളി ഒരു ഐറ്റമാണ്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഉപ്പ് കമ്മിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കമ്മിയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്നും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യം പോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ അടിപൊളി അച്ചാർ റെഡി ആയിട്ടോ.